വാരണാസിയിലെ കുംഭമേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടക്കുന്നത് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലാണ്. വാരണാസിയിലെ ഗംഗ ആരതി അർപ്പിക്കുന്ന പണ്ഡിറ്റുകളിൽപ്പെട്ടവരാണ് വൈകുന്നേരം നിള ആരതി നടത്തുന്നത്. ഈ വിശിഷ്ടമായ കുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് അത് കാണാനുള്ള അവസരമായും പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. രാത്രി 7 മണിക്കാണ് നിള ആരതി നടക്കുന്നത്. വലിയൊരു ക്യൂ നിന്ന് വേണം ഭാരതപ്പുഴയുടെ കുറുകെയുള്ള പാലം കടന്ന് ആരതി തൊഴുവാൻ പോകേണ്ടത്. ദർശനത്തിനായി തന്നെ പ്രത്യേകം പാസോ മറ്റും ഉണ്ടായിരിക്കുന്നതല്ല. ക്ഷേത്ര ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ദർശനം നടത്തിയിട്ട് നിള ആരതിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. ആരതി നടക്കുന്ന സ്ഥലത്ത് നിന്നും 5 മിനിറ്റ് മുന്നോട്ട് പോയാൽ വണ്ടി പാർക്ക് ചെയ്യാൻ സാധിക്കും. ഭാരതപ്പുഴയിൽ സ്നാനം ചെയ്യാൻ വരുന്നവർക്ക് ബാത്റൂം ഉണ്ടെങ്കിലും ഇത്രയും ജനങ്ങൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം കുറച്ച് കുറവാണ്. കാരണം ആദ്യമായിട്ടാണല്ലോ ഈ കുംഭമേള ഇവിടെ നടക്കുന്നത്. അപ്പം ഇത്രയും ജനങ്ങളെ ഇവർ പ്രതീക്ഷിച്ച് കാണില്ല. നമ്മളും പ്രതീക്ഷിച്ചില്ല ഇത്രയും ജനങ്ങൾ അവിടെ വരുന്നു. അപ്പോൾ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊന്ന് പ്ലാൻ ചെയ്യുക. ആരതി തൊഴുത് കഴിഞ്ഞാലും അതേപോലെ ക്യൂ നിന്ന് വേണം തിരിച്ചു വരാൻ. ദൂരോട്ടൊക്കെ വീടുള്ള ആൾക്കാരെ ആദ്യം മുൻഗണന കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം അവർക്ക് ബസ്സൊക്കെ കയറി പോകാനാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. അത്രയും നേരം ക്യൂ നിൽക്കണം. ക്യൂ പെട്ടെന്ന് മുന്നോട്ട് പോകുമെങ്കിലും ഒത്തിരി ജനങ്ങളുള്ളതുകൊണ്ടും പാലം ചെറുതായതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ളൊരു സേഫ്റ്റി പ്രിക്കോഷൻ എടുക്കണമല്ലോ. തിരിച്ച് വരുന്ന വഴിക്ക് പെട്രോൾ പമ്പ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു സ്റ്റോളുണ്ട്. അതിൻ്റെ പിറകിലോട്ടായിട്ട് അന്നദാനവും നടത്തുന്നുണ്ട്. അപ്പോൾ ദൂരോട്ടൊക്കെ വീടുള്ളവർക്കാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ജനുവരി 18 തൊട്ട് ഫെബ്രുവരി 3 വരെയാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ കുംഭമേള മഹോത്സവം ഉണ്ടായിരിക്കുന്നത്. പോകാൻ പറ്റുന്നവരൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. നല്ലൊരു അനുഭവമാണ് കേട്ടോ. വാരണാസി വരെ പോയി നമുക്ക് ആരതി തൊഴുവാൻ പറ്റാത്തവർക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ തൊഴുവാനുള്ളൊരു ഭാഗ്യമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കുംഭമേള കാണാൻ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇനിയും ഇതുപോലെയുള്ള കണ്ടൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.